ഹായ് ഫ്രണ്ട്സ്, ഇത് IIT ഫൗണ്ടേഷൻ സീരീസിലുള്ളൊരു മാത്സ് ചാനലാണ്. IIT ഫൗണ്ടേഷൻ എന്ന് പേരേ ഉള്ളൂ. ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മാത്സിൽ നല്ലൊരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ചാനലാണ്. ഞാൻ ഓൾറെഡി ഈ ചാനൽ തുടങ്ങിയിട്ട് 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 4th ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. എല്ലാ വീഡിയോസും തന്നെ ഞാൻ ഇംഗ്ലീഷിലാണ് ചെയ്തത്. കാരണം എല്ലാവർക്കും, നമ്മൾ മലയാളികളല്ലാത്തവർക്കും കൂടി കാണാൻ സൗകര്യമാവട്ടെ എന്ന് കരുതി അങ്ങനെ ചെയ്തു. പക്ഷേ ഇപ്പം എനിക്ക് എന്താ പറയുക, നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക മലയാളത്തിലുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മലയാളത്തിൽ ഈ വീഡിയോ ഒന്ന് ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഇംഗ്ലീഷിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മലയാളത്തിലൊന്ന് ചെയ്ത് നോക്കട്ടെ, വ്യൂസ് എങ്ങനെയുണ്ട് അതിനനുസരിച്ച് എനിക്ക് മാറ്റാം എന്നുള്ള നിലയ്ക്ക് ഒന്ന് മലയാളത്തിലും കൂടി ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ MTSC ആയാലും IIT ഫൗണ്ടേഷൻ ആയാലും എല്ലാത്തിനും വളരെ യൂസ്ഫുള്ളാണ്. 7th തൊട്ട് 8th 9th 10th വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഇത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ബേസ് തൊട്ട് നിങ്ങൾ ഓരോ വീഡിയോ ആഴ്ചയിൽ ഒരു 2-3 വീഡിയോസേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാത്സിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും വേണം. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ 4th ചാപ്റ്റർ എക്സ്പോണൻസ് അഥവാ ഇൻഡിസസിലേക്ക് പോവാം. സോ നമ്മളുടെ 4th ചാപ്റ്റർ ദാറ്റ് ഈസ് എക്സ്പോണൻസ് എന്നുള്ളതിൻ്റെ അനദർ നെയിമാണ് ഇൻഡിസസ്. അപ്പോൾ ഇതിൽ നമുക്ക് the numbers can be expressed more conveniently. Large numbers can be expressed more conveniently using exponents. അതായത് വലിയ നമ്പേഴ്സ്, കുറേ സീറോസൊക്കെ ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുറേ ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് റൈറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ബിഗ് നമ്പേഴ്സിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പോണൻസ്. ദാറ്റ് ഈസ് ഒരു ബേസിനെ ഒരു പവറിൻ്റെ രൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ദീസ് എക്സ്പോണൻസ്. അപ്പോൾ നമുക്ക് if we are adding n times a number x. If we are adding n times a number x, നമ്മളൊരു x എന്ന് പറഞ്ഞ നമ്പർ we are repeatedly adding n times. നമ്മൾ n times ഒരു നമ്പർ ആഡ് ചെയ്യാണ്. ഇങ്ങനെ n times we are adding. അപ്പോൾ റിപ്പീറ്റഡ് അഡീഷൻ ഈസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ എത്ര ടൈംസ് ആണോ റിപ്പീറ്റഡ് ആയിട്ടൊരു നമ്പറിനെ ആഡ് ചെയ്യണത്, ആ നമ്പർ കൊണ്ട് ദാറ്റ് ഈസ് n ടൈംസ് വി ആർ ആഡിങ്, n ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് x. ദാറ്റ് ഈസ് റിപ്പീറ്റഡ് അഡീഷൻ ഈസ് മൾട്ടിപ്ലിക്കേഷൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിൻറ്റ്. നെക്സ്റ്റ് നമ്മൾ ഇഫ് വി ആർ മൾട്ടിപ്ലൈങ് എ നമ്പർ, n instances a number x. ഇപ്പോൾ നമ്മൾ n ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നേരത്തെ നമ്മൾ ആഡ് ചെയ്യുക ചെയ്തത്, ഇവിടെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പോണത്. സോ x ഈസ് മൾട്ടിപ്ലൈഡ് n ടൈംസ്, x ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എക്സെട്ര ടു n ടൈംസ് വി ആർ മൾട്ടിപ്ലൈ. n ടൈംസ് നമ്മൾ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വി കനോട്ട് റൈറ്റ് ലൈക്ക് ദിസ്. nx എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? x raised to n. This is the exponential representation of this repeated multiplication. അപ്പോൾ ഒരു ബിഗ് നമ്പർ തന്നാൽ നമുക്കതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുന്നതിന് പകരം നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫോമിൽ ആ നമ്പർ റെപ്രസെൻ്റ് ചെയ്യും. ഇതിനെ നമ്മൾക്ക് എങ്ങനെ പറയാം? x is raised. So x raised to n. This is the notation. It is read like this. x raised to n ആണ് ഇതിനെ വായിക്കുക. അപ്പോൾ നമുക്ക് എക്സ്പൊണൻഷിയേഷൻ ഈസ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഒരു നമ്പറിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എക്സ്പൊണൻഷിയേഷൻ. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ദ എക്സ്പൊണൻഷിയേഷൻ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇനി എങ്ങനെയാണ് ഈ പവേഴ്സ് കിട്ടുകയെന്ന്. ലെറ്റ് x, നമ്മൾ നേരത്തെ കണ്ടു x ഈസ് മൾട്ടിപ്ലൈഡ് n ടൈംസ്. x ഈസ് മൾട്ടിപ്ലൈഡ് n ടൈംസ് എന്ന് പറഞ്ഞാൽ x ഈസ് ദ ബേസ്. ഈ റെപ്രസെൻറ്റേഷനിൽ ദാറ്റ് ഈസ് എക്സ്പോണൻറ്റിൽ ഓർ ഇൻഡിസസിൽ x ഈസ് ദ ബേസ് ഓഫ് ദാറ്റ് നമ്പർ. x ഈസ് ദ ബേസ് ആൻഡ് n ഈസ് ദ എക്സ്പോണൻറ്റ് ഓർ ഇൻഡെക്സ്. എക്സ്പോണൻറ്റ് ഓർ ഇൻഡെക്സ്.
exponent or an index, that is exponential representation. X is the base and n is the index. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവ് പവേഴ്സും പോസിറ്റീവ് പവേഴ്സും വരികയെന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇറ്റ് ഈസ് പ്രൂവിങ്. ദറ്റ് ഈസ് 10 raised to 4. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താ 10 into 4 times we are repeatedly multiplying 10. അതായത് 10 raised to 4 എന്ന് പറഞ്ഞാൽ നമ്മൾ 10നെ 4 times മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 1 കഴിഞ്ഞ് 4 zeros. ഈ പവറിന് അനുസരിച്ചുള്ള സീറോസ് ഇടുക. ഇനി നമ്മൾ 10 raised to 3 എന്ന് പറയാം. അപ്പോൾ നമ്മൾ 3 times ആണ് 10 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര സീറോസ് ഉണ്ടാവും? 3 zeros. ദിസ് ഈസ് നത്തിങ് ബട്ട് ദിസ് 10 raised to 4 ഡിവൈഡഡ് ബൈ ദിസ് 10, അതാണ് ഈ 1000. ദാറ്റ് ഈസ് 4 zeros ഉള്ള, ദാറ്റ് ഈസ് 10,000 ഡിവൈഡഡ് ബൈ ദിസ് 10 ആണ് ദിസ് 1000 എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ 10 square എഴുതുക. 10 square എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് 10 into 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് 1000 by 10 ആണ്. ഇനി നമ്മൾ എന്ത് എഴുതുക? 10 raised to 1, ദാറ്റ് ഈസ് 10 ഈസ് മൾട്ടിപ്ലൈഡ് ഓൺലി 1 time. ദിസ് ഈസ് നത്തിങ് ബട്ട് ദിസ് 10 square ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് 100 by 10 ആണ് അല്ലേ. ഈ നെക്സ്റ്റ് മുകളിലുള്ള പവറിനെ ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് നമുക്ക് കിട്ടും. 10 raised to 3നെ ഒരു സിംഗിൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 10 square കിട്ടും. 10 squareനെ ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 raised to 1 കിട്ടും. അതായത് ഓരോ പ്രാവശ്യം ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ ഓരോന്നായിട്ട് കുറയും. അതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10 raised to 0 പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് 10 raised to 1 ഡിവൈഡഡ് ബൈ എഗെയിൻ നമ്മൾ മുന്നത്തെ പോലെ തന്നെ തൊട്ട് മുകളിലുള്ള സീറോൻ്റെ തൊട്ട് മുന്നേയുള്ള പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഡിവൈഡഡ് ബൈ ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. So it is equal to 10 by 10 is equal to 1. So it is proved that 10 raised to 0 എന്ന് പറഞ്ഞാൽ it is 1 itself. അപ്പോൾ every number x, any integer, any non-zero for, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? for any non-zero integer, ഏതൊരു non-zero അല്ലാത്ത for any non-zero integer, ഏതൊരു ഇൻറ്റിജറും സീറോ ആവരുത്, നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആയിട്ടുള്ള ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആയാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 0 ഈക്വൽ ടു 1. അതാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ താഴേക്ക് വരാം. അപ്പോൾ നമ്മൾ 10 raised to 0 ഈക്വൽ ടു 1 കിട്ടി. ദെൻ വാട്ട് ഈസ് 10 raised to -1? ഇറ്റ് ഈസ് ഈക്വൽ ടു 10 raised to 0 ഈസ് നത്തിങ് ബട്ട് 10 raised to 0, അതായത് 10 raised to -1ൻ്റെ തൊട്ട് മുന്നേയുള്ള പവർ എന്ന് പറഞ്ഞാൽ 10 raised to 0 ആയിരിക്കും. ദാറ്റ് ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to 0 ഇറ്റ് ഈസ് 1 itself, 1 by 10. അപ്പോൾ നമുക്ക് മനസ്സിലായി നെഗറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതുക? ഇറ്റ് ഈസ് ദാറ്റ് 10 ഈസ് നമ്മൾ എവിടെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് ഇൻ ദ ഡിനോമിനേറ്ററിലാവും പിന്നെ ആ 10 ഉണ്ടാവുക. അപ്പോൾ 10 raised to -2 എന്ന് പറഞ്ഞാലോ ദിസ് 1 by 10നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അഗെയിൻ ഒരു ദിസ് ഇസ് എ റാഷണൽ നമ്പർ. ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് വരാം. അപ്പോൾ ഫ്രാക്ഷൻ തന്നെ പറയാൻ വയ്യ, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ റാഷണൽ നമ്പർ ആണെങ്കിൽ അതിന് വീണ്ടും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ വെറും 10 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10 by 1 ആണ്. സോ നമ്മൾ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അഗെയിൻ 1 by 10. ദിസ് 1 by ഈ 10 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10 by 1 ഇറ്റ് സെൽഫ്. ഏതൊരു നമ്പർ എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് 10 by that number by 1 ആണ്. every number x is nothing but x by 1 ആണ്. സോ ദിസ് ഇസ് റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 by 10 ഇൻറ്റു ഇത് മേലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇറ്റ് ഈസ് അഗെയിൻ 1 by 10. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 raised to -2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by this 100 എന്ന് പറഞ്ഞാൽ 10 square. ഇവിടെ 2 zeros ഉള്ളതുകൊണ്ട് ആ 0ക്ക് പകരം നമ്മൾ 10ൻ്റെ പവറായിട്ട് 10 square എന്ന് എഴുതി. അപ്പോൾ നെഗറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് റെസിപ്രോക്കലായിട്ട് ആ നെഗറ്റീവ് സൈൻ ഒഴിവാക്കി ജസ്റ്റ് ഡിനോമിനേറ്ററിൽ എഴുതിയാൽ മതി. അപ്പോൾ ദിസ് ഇസ് നെഗറ്റീവ് പവേഴ്സ് ആർ റെപ്രസെൻറ്റിംഗ് ഇൻ ദ ഡിനോമിനേറ്റർ. So as the exponent is decreased by 1, the value become 1/10 of the previous value. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. As the exponent is decreased by 1, the value become
becomes 1/10. ഇവിടെ 1/10 ആണ്. ഇനി നമുക്കിവിടെ 2 raised to minus 2 ആണെങ്കിൽ 2 raised to n ആണെങ്കിൽ ഞാൻ താഴെ കാണിക്കാം. 1/10 of the previous 1/10 of the previous value. ഇപ്പോൾ നമ്മൾ 10 ബേസ് ആയിട്ടിരിക്കുന്ന കണ്ടീഷനാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് 10ന് പകരം 2 raised to 6 ആണെന്ന് വയ്ക്കുക. അപ്പോൾ വെരി നെക്സ്റ്റ് എക്സ്പോണൻ്റ് ഒരു വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ 2 raised to 5 ആവും. എക്സ്പോണൻ്റ് 1 വാല്യൂ ആസ് ദ എക്സ്പോണൻ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 2 raised to 5. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2 raised to 6 by 2 ആണ്. അപ്പോൾ 1/10 അല്ല 1 by ബേസ് ആവും. ബേസിൻ്റെ ടൈംസിൽ കുറയും. അങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഒരു ജനറൽ എക്സ്പ്രഷൻ എഴുതാം. എക്സ് റൈസ് ടു നെഗറ്റീവ് എൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by എക്സ് റൈസ് ടു എൻ. ആ എക്സിലെ നെഗറ്റീവ് സൈൻ മാറ്റിയിട്ട് അതിനെ ഡിനോമിനേറ്ററിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും എക്സ്പോണൻഷ്യൽ റെപ്രസെൻറ്റേഷൻ. സോ എ റൈസ് ടു നെഗറ്റീവ് എക്സ് റൈസ് ടു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് inverse of x raised to n. x raised to n ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഇറ്റ് സെൽഫ്. സോ ഇറ്റ് ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇറ്റ്സ് പോസിറ്റീവ് പവർ. അതാണ് നമ്മൾ എഴുതിയത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് തിയറി ഉള്ളൂ. നെക്സ്റ്റ് ഈസ് ദ ലോസ് ഓഫ് എക്സ്പോണൻസ്. ഇനിയുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് എക്സ്പോണൻസ്. അപ്പോൾ ലോസ് നമ്മൾ എഴുതുന്നത് ബേസ് ഈസ് ഓൾവേസ്, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് എ നോൺ സീറോ ഇൻറ്റിജർ ആയിരിക്കും ബേസ്. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ബേസ് ആവാം. പക്ഷേ എക്സ്പോണൻറ്റ് ഷുഡ് ബി നാച്ചുറൽ നമ്പേഴ്സ്. ദാറ്റ് ഈസ് 1 2 3. എക്സ്പോണൻസ് ആർ നാച്ചുറൽ നമ്പേഴ്സ്. എക്സ്പോണൻസ് നാച്ചുറൽ നമ്പേഴ്സാണ്. നമ്മൾ ഈ ലോസ് അപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്മൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ അത് ഡിവിഷനിലാണ്. അപ്പോൾ നമ്മൾ നാച്ചുറലി ഈ ലോ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ഫോർ നാച്ചുറൽ നമ്പേഴ്സ്. എക്സ്പോണൻസ് ക്യാൻ ബി എനി ഇൻറ്റിജർ ആയിരിക്കാം. നാച്ചുറൽ നമ്പേഴ്സിന് മസ്റ്റ് ഇല്ല. നെഗറ്റീവ് ആയിട്ടുള്ളത് നമ്മളിവിടെ എഴുതുന്നുണ്ട്. എക്സ്പോണൻസ് 0 ആവാം, നെഗറ്റീവ് ആവാം. So it is an integer. Exponent should be an integer. So നമുക്ക് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ it is the product of powers. That is ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ്. ദാറ്റ് ഈസ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു, ദാറ്റ് ഈസ് രണ്ട് എക്സ്പോണൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദ ബേസസ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് വി ക്യാൻ റീറൈറ്റ് ലൈക്ക് ദിസ് എ റേസ് ടു എം പ്ലസ് എൻ. ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോണൻസിനെ സം ചെയ്ത് ആഡ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് നോൺ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 3 raised to 5 ഇൻറ്റു 3 raised to 6. ഇത് ബേസ് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് 3 raised to ഈ പവേഴ്സ് ആഡ് ചെയ്യാം. 5 + 6 = 3 raised to 11. ഇതാണ്. ഇപ്പോൾ നമുക്ക് √5 ഇൻറ്റു √5 raised to 4 ഇൻറ്റു √5 raised to 8 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വീണ്ടും നമുക്ക് പവേഴ്സിനെ ആഡ് ചെയ്യാം. 4 + 8 = 12. ഇതാണ് പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് എക്സ്പോണൻസ്. ഇനി സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ഡിവിഷൻ. ദാറ്റ് ഈസ് ദ കോഷ്യന്റ് ഓഫ് പവേഴ്സ്. Quotient of powers എന്ന് പറഞ്ഞാൽ a raised to m divided by a raised to n. These two laws are explained for natural numbers. That is m minus n നമുക്ക് ചെയ്യണമെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ
ബേസിലാണ് നമ്മളിവിടെ എഴുതുക. ഹിയർ എ ഈസ് ആൻ ഇൻറ്റിജർ, ഇവിടെ എ ഷുഡ് ബി ആൻ ഇൻറ്റിജർ, എം ആൻഡ് എൻ ആർ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ്. സോ നമുക്ക് പവേഴ്സ് സബ്ട്രാക്ട് ചെയ്യാം. സോ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് n. This is the second law. Here it is the first law and this is the second law. It is the same ബേസിൽ രണ്ട് നമ്പേഴ്സ് തന്നിട്ട് ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പവേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ 5 റേസ് ടു 7 ഡിവൈഡഡ് ബൈ 5 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സെയിം ബേസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 7 മൈനസ് 2. That is equal to 5 raised to 5. This is the second law. Very simple ആണ്. ഇത് വെച്ചിട്ടും നമുക്ക് എങ്ങനെയാണ് a raised to 0 കണ്ടുപിടിക്കാമെന്ന് എഴുതാം. That is what we can assign for നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. a raised to 0 എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. നമുക്ക് ഇനിയും എങ്ങനെയാണ് ഇതിനൊരു അനദർ പ്രൂഫും കൂടി കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് നമുക്ക് ഈ സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എം. ദാറ്റ് ഈസ് നമ്മൾ ഒരേ നമ്പറിനെ തന്നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് സെയിം ആണെങ്കിൽ നമ്മൾ എക്സ്പോണൻസ് മൈനസ് ചെയ്യുക എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് ഈക്വൽ ടു എം മൈനസ് എം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0. അതായത് എ റേസ് ടു എം ബൈ എ റേസ് ടു എം. ദാറ്റ് ഈസ് എ സെക്കൻഡ് ലോ ഓഫ് ഡിവിഷൻ, കോഷ്യൻ്റ് ഓഫ് പവേഴ്സ്. അതായത് നമ്മൾ ഇൻഡിസസിലെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം, അതായത് എക്സ്പോണൻസിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. എം മൈനസ് എം, എം എന്ന് എം പോവുക എന്ന് പറഞ്ഞാൽ 2 മൈനസ് 2 എന്ന് എഴുതുന്ന പോലെ, അല്ലെങ്കിൽ 4 മൈനസ് 4 എന്ന് എഴുതിയാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു 0 ആണ്. അപ്പോൾ എ റേസ് ടു 0 ഇവിടെ നമ്മളിപ്പം ലെറ്റ് ഇറ്റ് ബി, ഇത് നമുക്ക് കിട്ടുന്നത് വാല്യൂ 4 ആണെന്ന് വയ്ക്കുക. താഴെയും സെയിം തന്നെ 4/4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. സോ എ റേസ് ടു എം ബൈ എ റേസ് ടു എം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 itself. ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു 0. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് ഒരു പ്രൂഫും കൂടി കൊടുക്കാൻ പറ്റി. ദാറ്റ് ഈസ് എനി നമ്പർ വിത്ത് പവർ 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ആ ഡെഫിനിഷൻ വീണ്ടും പ്രൂവ് ചെയ്യാൻ പറ്റി സെക്കൻഡ് ലോ ഓഫ് ഇൻഡിസസ് വെച്ചിട്ട്. സോ ഇഫ് വി ഡിഫൈൻ എ റേസ് ടു 0 ഈക്വൽ ടു 1, then only the second law is true. Then only second law is true. Law is true for n equal to m. That is for every powers. For equal powers. Equal powers. Equal powers വന്നാൽ എ റേസ് ടു 0 1 ആണെങ്കിൽ മാത്രമേ ഈ സെക്കൻഡ് ലോ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. ഇനി നമുക്ക് എന്തെഴുതാം? ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് വരാൻ പാടില്ല? എ ഷുഡ് നോട്ട് ബി 0. എ 0 ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇഫ് എ ഈസ് 0, ദിസ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ എ നോട്ട് ഈക്വൽ ടു 0. എ 0 ആയിക്കഴിഞ്ഞാൽ എ റേസ് ടു എം ബൈ എ റേസ് ടു എം എന്ന് പറഞ്ഞാൽ 0 റേസ് ടു എം ബൈ 0 റേസ് ടു എം, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ബൈ 0 ഈസ് നോട്ട്, ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ ഈ സെക്കൻഡ് ലോ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? നോൺ സീറോ ഇൻറ്റിജർ ആയിരിക്കണം എന്നുള്ളത് മസ്റ്റായി. അതും കൂടി നമുക്ക് ബേസ് എപ്പോഴും നോൺ സീറോ ഇൻറ്റിജർ ആണെന്നും കൂടി നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് എന്താ വെച്ചാൽ നെഗറ്റീവ് പവറിൻ്റെ ഒരു ഡെഫിനിഷനും കൂടി കൊടുക്കുകയാണ്. വെൻ n is a negative integer, m is a negative integer. ഒരേ വേരിയബിൾ വെച്ചിട്ട് തന്നെ കാണിക്കാം. സോ എ റേസ് ടു n ഇൻറ്റു, ഇവിടെ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് ഇൻഡിസസ് ആണ് അപ്ലൈ ചെയ്യുക. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു മൈനസ് എം.
ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, അഡീഷൻ ചെയ്യുക അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് തമ്മിൽ ആഡ് ചെയ്യുക. എം മൈനസ് എം ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു 0 ഈസ് ഈക്വൽ ടു എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു 0 ഈസ് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു, ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ കണ്ടീഷനിൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ 1 ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം, നമ്മളൊരു നമ്പർ 2 ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് റെസിപ്രോക്കൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് 1 കിട്ടുള്ളൂ. സോ എ റേസ് ടു എം എന്ന് പറയുന്നത് മൾട്ടിപ്ലൈഡ് വിത്ത് എ റേസ് ടു മൈനസ് എം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആവണമെങ്കിൽ വെൻ ദിസ് ഇസ് ഹാപ്പൻസ് ഓൺലി വെൻ എ റേസ് ടു മൈനസ് എം എന്ന് പറയുന്നത് എന്തായിരിക്കണം, എ റേസ് ടു മൈനസ് എം this is happens only when a raised to minus m എന്ന് പറയുന്നത് 1/a raised to m ആണെങ്കിൽ മാത്രമേ ഈ ലോ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. a raised to m-ന് പകരം ഈ a raised to minus m-ന് പകരം നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്കിവിടെ ആൻസർ 1 കിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, a raised to minus m equal to 1/a raised to m. അപ്പം ഇങ്ങനെ നമുക്ക് വീണ്ടും, അതായത് നമ്മൾ എ ഇൻറ്റു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ 1 കിട്ടണമെങ്കിൽ ഈ എ റേസ് ടു മൈനസ് എം ഷുഡ് ബി ദ റെസിപ്രോക്കൽ ഓഫ് ദിസ് 1. എന്നാൽ മാത്രമേ 2 ഇൻറ്റു 1/2 പോലെ ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് 1 ആൻസർ കിട്ടുള്ളൂ. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യുക, ഇതും ക്യാൻസൽ ചെയ്താലേ 1 ആൻസർ കിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത്, നമുക്ക് വീണ്ടും പ്രൂഫ് കിട്ടി, എ റേസ് ടു എം ഈസ് ഈക്വൽ ടു എ റേസ് ടു നെഗറ്റീവ് എം ഈസ് ഈക്വൽ ടു 1/a റേസ് ടു എം. അപ്പോൾ നമുക്ക് ഇതിനും വീണ്ടും ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ ഓഫ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ആ 2 കാര്യത്തിനും പ്രൂഫ് കിട്ടി. ഇനി നമുക്ക് തേർഡ് ലോ ആണ്. തേർഡ് ലോ എന്ന് പറഞ്ഞാൽ a/b റേസ് ടു മൈനസ് 1. a/b റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എ റേസ് ടു മൈനസ് 1 കോമൺ ആയിട്ടാണ് a/b മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആസ് പെർ ദ ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തത് പ്രകാരം 1/a/b ആണ് അല്ലേ. -1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് ഈ ബേസിനെ എടുത്ത് എഴുതുക എന്നാണ് അർത്ഥം. അപ്പോൾ a/b റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/a/b. അപ്പോൾ 1 ഏതെങ്കിലും ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് ഈക്വൽ ടു b/a. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, a/b റേസ് ടു മൈനസ് 1 ഈക്വൽ ടു b/a. ഈ പോയിൻറ്റ്സൊക്കെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഓർമ്മിച്ച് വെക്കണം. ഇത് ബൈ ഹാർട്ട് ചെയ്യുകയാണ് ചെയ്യുക ഈ ലോസ് എല്ലാം. ഇനി ഫോർത്ത് ലോ എന്ന് പറഞ്ഞാൽ a raised to m whole raised to n that is equal to a raised to m into power of power എന്നാണ് ഇതിനെ പറയാം. That is, this law is power of a power. This is the fourth law. ഞാൻ ഒന്നും കൂടി എഴുതാം, സോറി, എഴുതിയപ്പോൾ മാറിപ്പോയി. ഈ ഫോർത്ത് ലോ ഈസ് നോൺ ആസ് പവർ ഓഫ് എ പവർ. അപ്പോൾ ഈ ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ വീണ്ടും ഒരു റേസ്ഡ് ടു എൻ ആണെങ്കിൽ ദാറ്റ് 2 പവേഴ്സ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ്. അതാണ് ഈ ലോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ 7 റേസ് ടു 3 ഹോൾ ഡിവൈഡഡ് ബൈ ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 7 റേസ്ഡ് ടു 3 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 റേസ്ഡ് ടു 12. അതാണ് ഈ ലോ പറയുന്നത്. അതായത് ദിസ് ഈസ് ദ ഫോർത്ത് ലോ. അപ്പോൾ എല്ലാ ലോസും ബൈ ഹാർട്ട് ചെയ്യണം. ദിസ് ഈസ് ദ ഫോർത്ത് ലോ. ഇനി ഫിഫ്ത്ത് ലോ എന്ന് പറഞ്ഞാൽ എ ബി റേസ്ഡ്, ദാറ്റ് ഈസ് ദ പവർ ഓഫ് പ്രൊഡക്ട്സ്. ദാറ്റ് ലോ ഈസ് പവർ ഓഫ് പ്രൊഡക്ട്സ്. അപ്പോൾ ഈ തിയറി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ്സിലേക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് 10th വരെയോ അല്ലെങ്കിൽ 12th വരെയുള്ള എല്ലാ ക്ലാസ്സിലും ഈ ഫോർമുലാസൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഫിഫ്ത്ത് ലോ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് പ്രൊഡക്ട്സ്, ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ആണിത്, റേസ് ടു എൻ. ദാറ്റ് ഈസ് 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ ഒരു കോമൺ ആയിട്ടൊരു പവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പവേഴ്സ് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് പ്രൊഡക്ട്സ്. എ ബി റേസ് ടു എൻ ഈസ് നത്തിങ് ബട്ട് എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് ബിഗ് നമ്പേഴ്സിൻ്റെ പവേഴ്സ് കാണാൻ പറഞ്ഞാൽ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 21 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 7 റേസ് ടു 4 ആക്കുക.
എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3/4 ആദ്യം കണ്ടുപിടിച്ചിട്ട് പിന്നെ 7/4 ചെയ്യാം. ഇങ്ങനെ ചെയ്താലും ആൻസർ കറക്റ്റായിരിക്കും. ദാറ്റ് ഈസ് ദ 5th ലോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 6th ലോ ആണ്. 6th ലോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പവർ ഓഫ് കോഷ്യൻസ്. ആ ലോൻ്റെ പേരാണ് ദാറ്റ് ഈസ് പവർ ഓഫ് കോഷ്യൻസ്. ആ ലോയിൽ എന്താ പറയുന്നത്, 2 ഡിവിഷനാണ്, a⁻n/b⁻n. ദാറ്റ് ഈസ് ഹിയർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബേസിനെ എഴുതിയിട്ട് കോമൺ ആയിട്ട് ഈ പവർ എഴുതിയാൽ മതി. a⁻n/b⁻n ഈസ് ഈക്വൽ ടു a/b⁻n. അപ്പം നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു 5/4 ഡിവൈഡഡ് ബൈ 7/4 എന്ന് കണ്ടാൽ നമുക്ക് ആദ്യം 5/7 ചെയ്യാം, എന്നിട്ട് അതിൻ്റെ 4th പവർ കണ്ടുപിടിച്ചാൽ മതിയാവും. ദിസ് ഈസ് ദ 6th ലോ. അപ്പോൾ ഈ ലോസ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യാൻ മറക്കരുത്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ദിസ് ഈസ് ദ 4th ചാപ്റ്റർ. അപ്പോൾ നമുക്ക് 7th ലോയും കൂടി കഴിഞ്ഞാൽ ലോസ് ഓഫ് ഇൻഡിസസ് കഴിയാണ്. a/b⁻n. ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ നമുക്കിവിടെ കോമൺ ആയിട്ട് പവർ എന്ന് പറഞ്ഞാൽ ഡിവിഷനിൽ കോമൺ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം പവേഴ്സിന് ആദ്യം. a⁻n/b⁻n. അതായത് 6th ലോ അപ്ലൈ ചെയ്താൽ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പം a⁻n ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഇറ്റ് സെൽഫ് അല്ലേ. a⁻n ഹോൾ ഡിവൈഡഡ് ബൈ b⁻n എന്ന് പറഞ്ഞാൽ പവറിൽ നെഗറ്റീവ് സൈൻ മാറ്റിയിട്ട് നമുക്ക് റെസിപ്രോക്കൽ എഴുതാം. അപ്പോൾ നമുക്കിത് ഒരു ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ ഫ്രാക്ഷൻ അല്ലെങ്കിൽ റാഷണൽ നമ്പർ ഡിവൈഡഡ് ബൈ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 1/a⁻n ഇൻറ്റു ഇത് റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. a/b ദാറ്റ് ഈസ് a/b ഹോൾ ഡിവൈഡഡ് ബൈ c/d എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു a/b ഇൻറ്റു d/c. റെസിപ്രോക്കൽ കൊണ്ട് ഇവിടെ ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, അതായത് ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നർത്ഥം. a/b ഇൻറ്റു d/c. അതേ പ്രകാരം 1/n ഇൻറ്റു b⁻n/1 ദാറ്റ് ഈസ് ഈക്വൽ ടു b⁻n/a⁻n. ഇവിടെ കോമൺ പവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, b/a⁻n എഴുതിയാൽ മതി. സോ നമുക്ക് 7th ലോ എങ്ങനെ എഴുതാം, a/b⁻n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു b/a. അതായത് ബേസിനെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി നമുക്ക് പോസിറ്റീവ് പവർ ആക്കാം. ഇതാണ് നമ്മളെ 7th ലോ. ഈ ലോസ് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിസസിലുള്ള പ്രോബ്ലംസ് എല്ലാം ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. ഈ ടാബിൽ ഇങ്ങനെ എഴുതുന്നത് ബോർഡിൽ എഴുതുന്നതിനേക്കാളും ഏറ്റവും നല്ല ക്ലിയർ ആയിട്ട് ഇതിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നമ്മളെ ടീച്ചേഴ്സിനെ കാണുന്നില്ലെങ്കിലും നമുക്ക് എന്താ പറയുക, മാറ്റർ നല്ല കൃത്യമായിട്ട് കണ്ടൻറ്റ് നല്ല കൃത്യമായിട്ട് കാണാൻ ഈ ടാബാണ് ഏറ്റവും യൂസ്ഫുൾ. അപ്പോൾ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണുന്ന ഒരാളെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മലയാളത്തിലുള്ള എക്സ്പ്ലനേഷനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ മാത്രമല്ല, ഇത് കാണുന്നതോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കും ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ടാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ആവും അത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുകയും വേണം. സോ താങ്ക് യു.